ശുചിത്വം, വ്യക്തി ശുചിത്വം എന്നുള്ള വിഷയത്തിൽ ഇവിടെ ക്ലാസ് എടുക്കാൻ വന്നു. പിന്നെ നമ്മൾ 2-3 വർഷം മുമ്പ് വേൾഡ് കപ്പ് നടന്നില്ലേ? വേൾഡ് കപ്പ് നടന്ന സമയത്ത് നമ്മൾ 1000 ഗോൾ ലഹരിക്കെതിരെ എന്നുള്ള ഇതിൽ നമ്മൾ ലഹരിക്കെതിരെ ക്ലാസ് എടുക്കാനും അവിടെ ഷൂട്ട് ഔട്ട് നടത്താനും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ വന്നു. 3ാമത്തെ പ്രാവശ്യമാണ് എനിക്ക് ഞാൻ പഠിച്ച സ്കൂളിൽ വന്ന് എൻ്റെ അനിയന്മാരും അനുജത്തിമാരും അല്ലെങ്കിൽ എൻ്റെ മക്കളോടും പ്രായമുള്ള പിള്ളേരോർക്ക് ക്ലാസ് എടുക്കാൻ പറ്റുന്നത്. ആദ്യമായിട്ട് ഞാൻ ചോദിക്കട്ടെ, എന്താണ് വ്യക്തി ശുചിത്വം അല്ലെങ്കിൽ പേഴ്സണൽ ഹൈജീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് എന്താണ് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? പേഴ്സണൽ ഹൈജീൻ അല്ലെങ്കിൽ വ്യക്തി ശുചിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മള് വൃത്തിയായിട്ടിരിക്കുക അല്ലെ? ശരിയാണ്. നമ്മൾ എന്തിനാണ് വൃത്തിയായിട്ടിരിക്കുന്നത്? എല്ലാവരും വൃത്തിയായിട്ട്. ഞാൻ എൻ്റെ കയ്യിൽ നിന്നൊക്കെ നോക്കി, ക്ലാസ് എടുക്കുന്ന പണ്ട് മഹാത്മാഗാന്ധി അല്ലെങ്കിൽ ബുദ്ധന്റെ ഒക്കെ പറഞ്ഞൊരു കഥ പറയും. ലഡു തിന്നുന്ന ഹാബിറ്റ് ഉണ്ടായിരുന്നു. അവർ ലഡു തിന്നാൻ വേണ്ടിയിട്ട് ലഡു തിന്നുന്നു, ഇടയ്ക്കിടയ്ക്ക് കട്ട് തിന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നപ്പോൾ അവര് ആ സ്വഭാവം അവർ മാറ്റിയിട്ടാണ് അവരെടുത്തത്. അപ്പൊ ഞാൻ ഇന്ന് രാവിലെ എടുത്തിട്ട് ക്ലാസ്സിൽ വന്നപ്പോൾ ആദ്യം ഞാൻ ചെയ്തത് എൻ്റെ കൈകളൊന്നും എടുത്ത് നോക്കി. നിങ്ങളെല്ലാവരും നോക്കിയേ, നിങ്ങളുടെ നഖങ്ങൾ നോക്കിയേ. നീണ്ട നഖമുണ്ട്, അതിൻ്റെ ഉള്ളിൽ കുറച്ച് അഴുക്കുകളുണ്ട് ഇല്ലേ? ഉണ്ടാ? അപ്പോ നമ്മള് വ്യക്തി ശുചിത്വം നമ്മൾ ആദ്യം തുടങ്ങുന്നത് നമ്മളുടെ കൈകളിൽ നിന്നാണ്. കൈ എല്ലാവരും നോക്കിയാൽ നമ്മുടെ കൈയിൽ നിന്ന് നോക്കിയേ. ഇതുവരെ നോക്കിയിട്ടുണ്ടാവില്ല, കഴിഞ്ഞ 1 മാസമായിട്ട് നോക്കിയില്ല. എന്നാലും ഭംഗിയുണ്ടോ? നിങ്ങളുടെ മുഖം പോലെ തന്നെയാണോ നിങ്ങളുടെ കൈകള്? അല്ല, മുഖം പോലെയല്ല. മുഖത്തിന് ഞങ്ങൾ കുറച്ചും കൂടി കെയർ കൊടുക്കും. കണ്ണടിയിലൊക്കെ നോക്കി കുറച്ച് ഇതൊക്കെ ആക്കി വെക്കും. കൈക്ക് എപ്പോഴും നോക്കാറില്ല. എല്ലാ ദിവസവും നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ കൈകൾ നോക്കണം. എന്തൊക്കെ നോക്കണം കൈകളില്? ഒന്ന്, നഖങ്ങൾ എങ്ങനെയാണ് ഇരിക്കുന്നത് നോക്കണം. നഖം നിങ്ങളെങ്ങനെ നഖം വെട്ടാറ്? എങ്ങനെയാണ് നഖം വെട്ടാറ്? നഖം എപ്പോഴും വെട്ടേണ്ടത് നമ്മൾ ഹൊറിസോണ്ടലായിട്ടാണ് വെട്ടേണ്ടത്. ഹൊറിസോണ്ടൽ അറിയില്ലേ? ഇങ്ങനെയാണ് വെട്ടേണ്ടത്. ഇങ്ങനെയാണ് വെട്ടേണ്ടത്. സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് ഹൊറിസോണ്ടലായിട്ടാണ് നഖം കട്ട് ചെയ്യുന്നത്. പിന്നെ എന്താ വേണ്ടത്? കൈക്ക് ശുചിത്വം കിട്ടാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റാം? വേറെ കൈകളുടെ ഇടയിലുള്ള ഭാഗം കണ്ടുണ്ടാവും. ഈ ഇടയിലുള്ള ഇതിന് ഇന്റർ ഡിജിറ്റൽ ക്ലെഫ്റ്റ് എന്ന് പറയും. കയ്യില് കാലിലെയും നഖങ്ങൾ വെട്ടിയതിനു ശേഷം 2 വിരലുകളുടെ ഇടയിലുള്ള ഭാഗം കണ്ടില്ലേ? വിരലുകളുടെ ഇടയിലുള്ള ഭാഗത്തിന് അഴുക്കുകളോ എന്തെങ്കിലും അപ്പൊ അഴുക്കുണ്ടെന്നൊക്കെ എന്താ ചെയ്യുക? നമ്മള് എന്നിട്ട് കഴിക്കും സോപ്പിട്ട് കഴുകും. വളരെ എത്ര നേരം നമ്മൾ സോപ്പിട്ട് കഴുകണം? കൃത്യമായിട്ട് പറഞ്ഞവർക്ക് സമ്മാനമുണ്ട്. നമ്മളെ സമ്മാനം തരും. എത്ര നേരം നമ്മൾ സോപ്പിട്ട് കഴുകണം? 5 മിനിറ്റോ? 5 മിനിറ്റ് ഒന്നും വേണ്ട. 2 മിനിറ്റ് വേണ്ട. 1 മിനിറ്റ് വേണ്ട. 30 സെക്കൻഡ് പോരാ, അത്ര വേണ്ട. 20 സെക്കൻഡ് നമ്മൾ നിർത്താതെ സോപ്പിട്ട് കഴുകണം. കഴുകുമ്പോൾ നമ്മൾ എങ്ങനെ കഴുകണം? വെറുതെ നമ്മളെങ്ങനെ കഴുകണം? അല്ലെ, അങ്ങനെയല്ലേ കഴുകാറ്? അല്ലെ? ബോയ്സ് അവർ കളിക്കാൻ വേണ്ടി ഓടുമ്പോ അല്ലെ, അങ്ങനെയല്ലേ ചെയ്യാ? അല്ലെ? നമ്മൾ കഴുകുമ്പോ കൈക്ക് തന്നെ കുറെ ഭാഗങ്ങളുണ്ട് അല്ലെ? ഏതൊക്കെ ഭാഗമുള്ള? കൈയുടെ നഖങ്ങളുള്ള ഭാഗമുണ്ട്, ഉൾഭാഗമുണ്ട്, വിരലുകളുടെ ഇടയിലുള്ള ഭാഗമുണ്ട്. നിങ്ങൾ കണ്ടിരുന്ന കൊറോണയുടെ സമയത്ത് കുറെ വീഡിയോ ഒക്കെ കണ്ടിരുന്ന? ഇങ്ങനെ ഉൾഭാഗം, കൈ ഉള്ളിൽ ഇങ്ങനെ കഴുകണം. അറ്റം ഒരച്ച് കഴുകണം, അറ്റങ്ങള് ഒരച്ച് കഴുകണം. ഉള്ളിലിട്ട് വിരലുകളിട്ട് വിരലിന്റെ ഉൾഭാഗങ്ങൾ കഴുകണം. പുറം ഭാഗം കഴുകണം. ഇങ്ങനെ കൈയുടെ എല്ലാ ഭാഗവും കഴുകണം. എപ്പോഴൊക്കെയാണ് കൈ കഴുകേണ്ടത് പറഞ്ഞ് 5 കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ കൈ കഴുകണം. എപ്പോഴൊക്കെയാണ്? ഭക്ഷണത്തിന് മുൻപും ശേഷം. വെരി ഗുഡ്. ഭക്ഷണത്തിന് മുൻപും ശേഷവും നമ്മൾ കൈ കഴുകണം. 2, എപ്പോഴാ കഴുകേണ്ടത്? കളികൾ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കഴുകണം. ഇതിനേലും പ്രധാനപ്പെട്ടത് വെരി ഗുഡ്. ടോയ്ലറ്റില് പോയി കഴിഞ്ഞ് വരുമ്പോ നമ്മള് സോപ്പിട്ട് കൈ കഴുകും. എല്ലാവരും കണ്ണടച്ച്, കണ്ണു തുറക്കരുത്. ഫൗള് പാടില്ല. ടോയ്ലറ്റ് പോയി കഴിഞ്ഞ് സോപ്പിട്ട് കൈയും കഴുകുന്നവര് മാത്രം. കൈ കഴുകാത്തവര് പൊക്കരുത്. പറ്റിക്കാൻ പാടില്ല. ആരും നോക്കണില്ല.
ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ പുറത്ത് വരുമ്പോൾ സോപ്പ് ഇട്ട് കൈ കഴുകുന്നവർ മാത്രം കൈ പിടിക്കുക. ഓക്കെ, ശരി, കൈ കഴുകണം. ഓക്കെ, നല്ല കുട്ടികളാണ് എല്ലാവരും. ഓൾമോസ്റ്റ് 90% കുട്ടികൾ കഴുകുന്നുണ്ട്. ആരെങ്കിലും അങ്ങനെ കഴുകാത്ത ശീലം ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ദഹന വ്യവസ്ഥയുടെ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തില് ഏറ്റവും കൂടുതൽ കണ്ണു തുറന്നോ, ചിലരിപ്പോഴും ധ്യാനിച്ചോണ്ടില്ല, ഉറങ്ങണം അല്ല. ഓക്കെ, കണ്ണു തുറന്നു. നമ്മുടെ ദഹന വ്യവസ്ഥയില് ഡൈജസ്റ്റീവ് സിസ്റ്റത്തില് ഏറ്റവും കൂടുതൽ ബാക്ടീരിയ ഉള്ളത് കോളൻ എന്ന് പറഞ്ഞ ഭാഗത്താണ്. കോളൻ എന്ന് പറഞ്ഞ ഭാഗത്താണ്. ആ കോളൻ എന്ന് പറഞ്ഞാൽ വൻകുടലിന്റെ ഭാഗമായിട്ടുള്ള കോളൻ എന്നുള്ള ഭാഗത്തുള്ള ബാക്ടീരിയകള്, അത് നമുക്ക് അസുഖങ്ങളും ഉണ്ടാക്കാവുന്ന ബാക്ടീരിയകൾ. അതുകൊണ്ടാണ് എന്നും ടോയ്ലറ്റ് പോയി കഴിഞ്ഞാൽ കൈ കഴുകുന്നത്. പിന്നെ എപ്പോഴെങ്കിലും ഇപ്പൊ നമ്മൾ 4 സമയം പറഞ്ഞു, ഇനി എപ്പോഴെങ്കിലും ഉണ്ടോ? ഇല്ല. എപ്പോഴും നമ്മൾ പുറത്തൊരു സ്ഥലത്ത്, ഇപ്പൊ നമ്മള് സിനിമ കാണാൻ പോയി തിരിച്ചെത്തി കഴിയുമ്പോൾ കൈ പോകും, അല്ലെങ്കിൽ ഒരു കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങാൻ പോയി, ഓക്കെ, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് നേരെ തിരിച്ച് വീട്ടിലേക്ക് എത്തും. ഇങ്ങനെ പുറത്ത് പോയി എന്ത് ചെയ്ത് തിരിച്ചു വന്നാലും നമ്മൾ കൈയും മുഖവും കഴുകണം, പറ്റുമെങ്കിൽ കുളിക്കണം. എന്തുകൊണ്ടാണ്? ബാക്ടീരിയ, പിന്നാലെയുള്ള ബാക്ടീരിയ, വൈറസ്, അങ്ങനെയുള്ള കൃമി, ബാക്കി പാരസൈറ്റ് എന്നൊക്കെ പറയും, ഇതൊക്കെ നമ്മളിലുണ്ടാവും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലുള്ള വൈറസ് എന്താ? അതല്ലേ, ഞാനിപ്പോ ഇന്ന് ലാൽ ഹോസ്പിറ്റലിലാണ് നിങ്ങൾ വരുന്നത്. പിന്നെ അവിടെ 2 കൊറോണ പേഷ്യന്റ് അവരുടെ അസുഖം മാറിയിട്ട് വന്നിട്ട് അവരെ ട്രീറ്റ് ചെയ്ത് വരണേ മുമ്പ് ഞാൻ എന്ത് ചെയ്യണം? രോഗിനെ കണ്ടു കഴിഞ്ഞ് ഞാൻ പോയി കൈ നല്ലപോലെ സോപ്പിട്ട് കഴുകി അവിടെ വെച്ച് രോഗിനെ കാണുമ്പോൾ ഞാൻ മാസ്ക് വെച്ച് വരണം, വേണ്ടേ? നിങ്ങളുടെ സ്കൂളില് ഒരാള് ജലദോഷമായിട്ട് വന്നു നിൽക്കി, എന്താ ചെയ്യേണ്ട? ആള് വരുമ്പോ നല്ല മാസ്ക്, ഒന്നെങ്കിൽ നല്ല മാസ്ക് എന്ന് പറയുന്നത് ഏത് മാസ്കാ? കോവിഡ് സമയത്ത് നമ്മൾ ഏത് മാസ്ക് വെച്ചേ? N95 മാസ്ക്. എന്താ N95ന്റെ അർത്ഥം എന്താ? അത് ഇങ്ങനെ ഓരോ പേര് അല്ലേ? C98, N95, B94, അങ്ങനെയാണോ? 95% വൈറസുകളെയും ബാക്ടീരിയകളെയും ഉള്ളിലേക്ക് കടത്തിവിടാത്ത തരത്തിൽ ക്രമീകരിച്ചതാണ് N95. മനസ്സിലായോ? ഇപ്പൊ നിങ്ങള് ഇപ്പൊ ഒരു N95 മാസ്കിന് എത്ര രൂപയുണ്ട്? 10 രൂപ, 15 രൂപയുള്ളൂ. അപ്പൊ നമ്മുടെ സ്കൂളില് എല്ലാ കുട്ടികളും ഒരു ജലദോഷം അല്ലെങ്കിൽ പനിയായിട്ട്, കുട്ടികളെന്നല്ല സ്കൂളിലുള്ള എല്ലാവരും ഒരു പനി അല്ലെങ്കിൽ ചുമയായിട്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ഏത് മാസ്ക്? N95 മാസ്ക് വെച്ചിട്ട് വരണം. ഓക്കെ, അപ്പൊ നമ്മുടെ കൈ നമ്മൾ കഴിഞ്ഞു. കയ്യിൽ ഇനി എന്തെങ്കിലും ഉണ്ടോ? നഖം നമ്മൾ പറഞ്ഞു ഇല്ലേ? പറഞ്ഞോ? നഖത്തിൽ എന്താ പറഞ്ഞേ? നഖം ഹൊറിസോണ്ടലായിട്ട് വെട്ടി വൃത്തിയാക്കണം. എപ്പോൾ വെട്ടണം? ഒരു മാസത്തില് നമ്മൾ 2 പ്രാവശ്യമെങ്കിലും നമ്മൾ നഖം വെട്ടി വൃത്തിയാക്കണം. എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ നഖത്തിന്റെ അടിയിൽ അഴുക്കുണ്ടോ എന്ന് നോക്കണം. 5 പ്രാവശ്യം നമ്മൾ ഒരു ദിവസം, 5 പ്രാവശ്യമല്ല 5 നേരങ്ങളിൽ നമ്മൾ കൈ കഴുകണം. എപ്പോഴൊക്കെയാ? ഭക്ഷണത്തിന് മുൻപ്, ഭക്ഷണത്തിന് ശേഷം, ടോയ്ലറ്റിൽ പോകുമ്പോൾ, കളി കഴിഞ്ഞ് വരുമ്പോൾ, പൊതുസ്ഥലങ്ങളിൽ, സ്കൂളുകളിൽ പോയി തിരിച്ചെത്തും. സമ്മതിച്ചോ? ഓക്കെ, സമ്മതിച്ചോ? ഓ, ആരും ഭക്ഷണം കഴിച്ചില്ല തോന്നുന്നു അല്ലേ? ബാക്കിലുള്ളവര് സമ്മതിച്ചോ? ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഹൈജീൻ കടക്കണം. മുടി കൈ കഴിഞ്ഞ് നമ്മൾ മുടിയിലേക്ക് കിടക്കണം. ഇനി മുടി നമ്മൾ ഒരാഴ്ചയിൽ എത്ര പ്രാവശ്യം കഴുകണം? പറഞ്ഞോ, നിങ്ങൾക്ക് പറയാം. എല്ലാ ദിവസവും 2 നേരം കഴുകണം. ഓക്കെ, വേറെ ആഴ്ചയിൽ എത്ര പ്രാവശ്യം കഴുകണം? 7. ഓക്കെ, 7. ഓക്കെ, പിന്നെ 9. ഓക്കെ, പിന്നെ ഓക്കെ, ശരി. ഓക്കെ. ഒരാഴ്ചയിൽ ശാസ്ത്രീയപരമായിട്ട് ആഴ്ചയിൽ എല്ലാവരും, കുട്ടികളും വലിയവരും, ഒരാഴ്ചയിൽ മിനിമം 3 പ്രാവശ്യമെങ്കിലും
നമ്മൾ തല കഴുകണം. മിനിമം 3 പ്രാവശ്യമെങ്കിലും കഴുകണം. മിനിമം എന്ന് പറഞ്ഞാൽ അത് 7 14 ആയാലും നമുക്ക് കുഴപ്പമില്ല. കഴുകുമ്പോൾ എന്താ ശ്രദ്ധിക്കണ്ടേ? നല്ലോണം എണ്ണയൊക്കെ തേച്ച് അല്ലേ? എണ്ണ തേക്കുന്നത് നല്ലതാണോ പൊട്ടയാണോ? നല്ലതാണ്. എന്തുകൊണ്ടാണ് എണ്ണ തേക്കുന്നത് നല്ലതെന്ന് പറയുന്നത്? മുടി നല്ല ഭംഗിയായിട്ട് കിടക്കാൻ. നല്ല സ്റ്റൈലായിട്ട് സൈഡിങ്ങനെ ഒതുക്കി ഇട്ട് കഴിഞ്ഞാൽ ഒതുക്കി കിടക്കും. എണ്ണയിലിങ്ങനെ പുറം പിടിച്ച പോലെ അല്ലേ? അങ്ങനെയാണോ? എന്തിനാണ് എണ്ണ ഉപയോഗിക്കുന്നത്? എന്തിനാണ് ബുദ്ധിമാന്മാര് ബാക്കിലിരിക്കുന്ന ബുദ്ധിമാന്മാര് പറ, എന്തിനാണ് എണ്ണ തേക്കുന്നത്? എണ്ണയും അഴുക്കും ചേർന്ന് ഒരു മിശ്രിതം ഉണ്ടാവും. നമ്മളെ കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിക്കുന്നത്. എണ്ണയും അഴുക്കും ചേർന്ന് ഒരു മിശ്രിതം ഉണ്ടാവും. ആ മിശ്രിതം നമ്മൾ സോപ്പ് തേക്കുമ്പോൾ സോപ്പിന്റെ പ്രസൻസിൽ ആ മിശ്രിതം താഴേക്ക് ഒഴുകിപ്പോകും. അതിന് സോളിബിലിറ്റി കിട്ടി അത് താഴേക്ക് ഒഴുകിപ്പോകും. ഈ മിശ്രിതം ഉണ്ടായി അത് താഴേക്ക് സോപ്പ് ഇടാണ്ട് അവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ എന്തുണ്ടാവും? എണ്ണയ്ക്ക് തെളിച്ച് പിടിപ്പിച്ചു, സോപ്പ് ഇടില്ല, വെറുതെ വെള്ളം കോരി ഒഴിച്ചു, അല്ലെങ്കിൽ ഇത്തിരി സോപ്പ് ഇട്ടു, എന്തുണ്ടാവും? ആ അഴുക്ക് അവിടെ ഇരുന്ന് വേറെ അഴുക്കുകൾ പല സ്ഥലത്തിരുന്ന് അവിടെ ആര് വരും? ബാക്ടീരിയ അല്ല വരാ, അവിടെ ഫംഗസ് വരും, പൂപ്പൽ. ഈ പൂപ്പൽ വന്നു കഴിയുമ്പോൾ അവിടെ വെളുത്ത പൊടി വരും. ആ പൊടിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? താരൻ. അപ്പൊ താരൻ എന്ന് പറയുന്നത് എന്താണ്? താരൻ എന്ന് പറയുന്നത് എന്താണ്? പൂപ്പലാണ്. താരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടല്ലേ, ഈ ഇവിടെ നോക്കിയാൽ ഇവിടെ മതിലുമ കാണുമ്പോ ഒരു പച്ച കളറ്, അതൊക്കെ ഫംഗസ് ആണ്. ഇറ്റ്സ് ഫംഗസ്. അത് പൂപ്പലാണ്. അതുപോലെ നമ്മുടെ തലയുടെ ഉള്ളിൽ വരുന്ന ഫംഗസ് ആണ് താരൻ. അറിയോ? ഇത് പറയുന്ന ഒരു കൈ നോക്കിയാൽ വെറുതെ നോക്കണ്ട. ഓക്കെ. അപ്പൊ അങ്ങനെ പൂപ്പല് പോലെ താരൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നല്ലപോലെ തല 2 നേരം കുളിക്കണം. എണ്ണ തേക്കണം. അത് കഴിഞ്ഞ് സോപ്പ് ഇട്ട് നല്ലപോലെ കഴുകി കളയണം. പിന്നെ ഈ ഫംഗസ് മാറ്റാനുള്ള ഷാമ്പു അല്ലെങ്കിൽ ലോഷൻ പരത്തി അത് മാറ്റണം. ഇല്ലെങ്കിൽ എന്തുണ്ടാവും? ബുദ്ധിമാന്മാര്, ബാക്കിലുള്ള ബുദ്ധിമാന്മാര് പറ. അപ്പൊ താരം വീണ് ഇങ്ങനെ ചൊറിച്ചിൽ വരും. ചിലതിങ്ങനെ ഇവിടെ ചൊറിച്ചിൽ എന്താ അങ്ങനെ, അല്ലെങ്കിൽ കൈ കൊണ്ട് ചൊറിച്ചിൽ വരും. ഇതൊക്കെ താരം താഴേക്ക് വീണിട്ടാണ്. വേറെ ചൊറിയും, അത് വേറെ കാര്യങ്ങളുണ്ട്, അത് കാരണം അതല്ല. അപ്പൊ ഇതാണ് തലമുടിയുടെ കാര്യം. ആഴ്ചയിൽ നമ്മൾ 3 പ്രാവശ്യമെങ്കിലും തല കഴുകണം. കഴുകുമ്പോൾ എണ്ണ തേച്ച് സോപ്പിട്ട് അഴുക്കും എണ്ണയും ചേർന്ന മിശ്രിതം നമ്മൾ കഴുകി കളയണം. ഓക്കെ, റെഡിയാണോ? ആമ്പിള്ളേര് തലമുടി കഴുകാറുണ്ടോ? ശരി. ഇപ്പൊ നമ്മൾ തല കഴിഞ്ഞു, മുടി കഴിഞ്ഞു, നമ്മൾ കൈ കഴിഞ്ഞു, വിരലുകൾ കഴിഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ് ടോയ്ലറ്റ് ട്രെയിൻ. ടോയ്ലറ്റ് എല്ലാവരും കണ്ണടച്ചു. ഒന്നുകൂടി കണ്ണടച്ചു. ബാക്കിലുള്ളവര് കണ്ണടക്കി. സ്വന്തമായി നിങ്ങൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് നിങ്ങൾ വൃത്തിയായി കഴുകുന്ന, നുണ പറയരുത്, സത്യം മാത്രം. എനിക്കറിയാം ഇവിടെ ഇരിക്കുന്നവരിൽ 90% പേരും ടോയ്ലറ്റ് വൃത്തിയാക്കുന്നവരല്ല എന്ന് എനിക്കറിയാം. നിങ്ങൾ കൈ പൊക്കിയില്ലെങ്കിലും എനിക്ക് യാതൊരു വിഷമവുമില്ല. കണ്ണ് മുറുക്കി അടക്കി. ഇങ്ങനെയല്ല, ചെന്നത് ഇങ്ങനെയാണ് കണ്ണടച്ചത്. അപ്പൊ കണ്ണ് മുറുക്കി അടക്കിയതേ, ഇടയിലുള്ളവർ കണ്ണ് പകുതി തുറന്നവരൊക്കെ അടക്കി. സ്വന്തമായി ടോയ്ലറ്റ് വൃത്തിയാക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? വെറുതെ കഴിയുമ്പോണ്ടാവും. താഴെട്ടോ. കറക്റ്റാണ് നമ്മൾ പറഞ്ഞു. താഴെട്ടോ, കണ്ണു തുറന്നോ. ഓക്കെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇരിക്കുന്നവരില് 10% ആൾക്കാർ മാത്രമേ സ്വന്തമായി ടോയ്ലറ്റ് വൃത്തിയാക്കുന്നവരുള്ളൂ. നമ്മൾ വൃത്തിയാക്കേണ്ടത് നിങ്ങൾ മനസ്സിലാക്കുന്നത് നമുക്കിപ്പോ ഈ വേനൽക്കാലത്തൊക്കെ വയറിളക്കം, ഛർദി, അല്ലേ, വയറുവേദന ഇടയ്ക്കിടയ്ക്ക് കുറെ പേര് വന്നിരുന്നു ആ വേനൽക്കാലത്തൊക്കെ.
നമ്മുടെ കൂടുതലായിട്ട് നമ്മളുടെ ഈ ബാക്ടീരിയകൾ വരുന്നത് നമ്മുടെ തന്നെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ മലത്തിലൂടെ പകർന്നു വരുന്നതാണ്, വയറിളക്കത്തിന്റെ ബാക്ടീരിയ ഒക്കെ. അപ്പൊ എന്താ നമ്മൾ വേണ്ടത്? വൃത്തിയായി ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ സെന്റ് മേരീസ് സ്കൂളിലെ എല്ലാ കുട്ടികളും പഠിക്കണം. ചെയ്യോ? എവിടെ ചെയ്യോ? എന്താ ചെയ്യുന്നത്? ബാക്കിലിരിക്കുന്നവര് ടോയ്ലറ്റ് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. വൃത്തിയായിട്ട് അതിൻ്റെ ഉള്ളിൽ ഹാർപ്പിക്ക് ഒഴിച്ചിട്ടായാലും ബാക്കി ഒഴിച്ചിട്ടായാലും വൃത്തിയായിട്ട് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ പഠിക്കണം. പിന്നെ രണ്ടാമത് കുട്ടികൾ ചെയ്ത് കാണുന്നതാണ്, ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കാണ്ട് പോകും. ചെയ്യാറുണ്ടോ? ഇല്ലേ? നല്ല കുട്ടികളാണ്. വെള്ളം ഒഴിക്കാറുണ്ടോ? വെള്ളം ഒഴിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കല്ല പ്രശ്നം, പിന്നെ വരുന്നവർക്കാണ് പ്രശ്നം. അല്ല, ശരിയല്ലേ? അപ്പോ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ നിർബന്ധമായും വേണ്ട രീതിയിൽ വേണ്ട. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അടുത്തത് പറയാൻ പോകുന്നത്, നമ്മൾ ടോയ്ലറ്റിൽ ഇന്ത്യൻ കൾച്ചറിൽ നമ്മൾ കഴുകുന്നത് നമ്മൾ കൈ ഉപയോഗിച്ചാണ്, അല്ലേ? വെസ്റ്റേൺ കൾച്ചറിൽ അവർ എന്തുപയോഗിക്കും? സാനിറ്ററി നാപ്കിൻസ് അല്ലെങ്കിൽ ടവൽസ് യൂസ് ചെയ്യും. ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം, നമ്മൾ കഴുകുമ്പോൾ എപ്പോഴും മുന്നിൽ നിന്ന് പിന്നിലേക്കാണ് കഴുകേണ്ടത്. എങ്ങനെ പറഞ്ഞേ? ഇത് കാണിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും ഉള്ളതാണ്. ലോകത്ത് ജനിച്ചു വീണ എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് ടോയ്ലറ്റ്. പോവാത്ത ആരെങ്കിലും ഉണ്ടോ? ടോയ്ലറ്റിൽ വരെ പോവാത്ത ഒരു മനുഷ്യനെ പറഞ്ഞേ? ആരാ? മൊറാർജി ആരാ? കൈ മുക്കിയ? ആരെങ്കിലും മുക്കിയ? ബാക്കിൽ ആരും മുക്കിയെന്നൊന്നുമില്ല. ടോയ്ലറ്റിൽ പോകാത്തവരായിട്ട് ആരുമില്ലല്ലോ. അപ്പൊ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ടോയ്ലറ്റിൽ പോകുമ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ മുൻഭാഗത്തു നിന്ന് പിൻഭാഗത്തേക്കാണ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് കൊണ്ടുപോയി വരുന്നത്? എന്തുകൊണ്ടാണ് മുന്നിൽ നിന്ന് പിന്നേക്ക് പറഞ്ഞോ? എന്തുകൊണ്ടാണ് മുന്നിൽ നിന്ന് പിന്നേക്ക് കഴുകേണ്ടത്? എന്തുകൊണ്ടായിരിക്കും? പറഞ്ഞോ? എന്തുകൊണ്ടാണ് ബാക്കിലിരിക്കുന്നവര് എന്തുകൊണ്ടാണ് നമ്മൾ മുന്നിൽ നിന്ന് പിന്നിലേക്ക് ക്ലീൻ ചെയ്യണമെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? കാരണം നമ്മളുടെ ബാക്ടീരിയ മൊത്തം ഇരിക്കുന്നത് നമ്മുടെ പിൻഭാഗത്താണ്, അല്ലെ? നമ്മുടെ വിസർജ്യ വസ്തുക്കൾ പോകുന്ന ഭാഗത്താണ്, അതിന് ചുറ്റുമാണ് ബാക്ടീരിയ ഉള്ളത്. അപ്പൊ ബാക്ടീരിയ ഉള്ള ഭാഗത്തുനിന്ന് ബാക്ടീരിയ ഇല്ലാത്ത ഭാഗത്തേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ബാക്ടീരിയ ഇല്ലാത്ത ഭാഗത്ത് കൂടി നമ്മൾ ബാക്ടീരിയനെ കൊണ്ടുവരും. ശരിയല്ലേ? ലോജിക്കല്ലേ? പറയുന്നതിൽ യുക്തിയില്ലേ? ഈ യുക്തിയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഞാൻ പറയാം, 100 അഡൽട്ട് വലിയ ആളുകളെയും 100 കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ അവരിൽ 5 പേർക്ക് പോലും എവിടേക്കാണ് കഴിയേണ്ടതെന്ന് അറിയില്ല. സെന്റ് മേരീസ് സ്കൂളിൽ നിന്ന് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് പോകുന്ന എല്ലാ കുട്ടികളും അറിയണം, നമ്മൾ കഴുകേണ്ടത് മുൻഭാഗത്ത് നിന്ന് പിൻഭാഗത്തേക്കാണ് കഴുകേണ്ടത്. റെഡിയാണോ? മനസ്സിലായോ? ഇനി ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കൈ നല്ലപോലെ വെള്ളമെടുത്ത് നല്ലപോലെ സോപ്പിട്ട് എത്ര സെക്കൻഡ് കഴിയും? 20 സെക്കൻഡ്. അപ്പൊ അത് പഠിച്ചു, 20 സെക്കൻഡ് പഠിച്ചു. അപ്പൊ 20 സെക്കൻഡ് കൈയുടെ എല്ലാ ഭാഗങ്ങളും നിർത്താതെ നമ്മൾ കൈ കഴുകണം. റെഡിയാണോ? അപ്പൊ നമ്മുടെ ടോയ്ലറ്റ് ട്രെയിനിങ് നമ്മൾ കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ ഏതൊക്കെ കഴിഞ്ഞ്? വിരലുകൾ കഴിഞ്ഞു, മുടി കഴിഞ്ഞു, ടോയ്ലറ്റ് ട്രെയിനിങ് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ ഇട്ടേണ ഡ്രസ്സ് അല്ലെങ്കിൽ ക്യാപ്പ് അല്ലെങ്കിൽ തട്ടം അല്ലെങ്കിൽ അപ്പൊ ഈ ഡ്രസ്സ് എങ്ങനെ നമുക്ക് വൃത്തിയായിട്ട് സൂക്ഷിക്കാം? പറഞ്ഞോ? അലക്കണം. ഓരോ ദിവസവും ഇട്ട ഡ്രസ്സുകൾ അന്ന് തന്നെ അലക്കണം. ഇട്ട ഡ്രസ്സ് വീണ്ടും ഇട്ട് വരുന്നവരുണ്ടാവും, പിന്നീട്ടെന്ന് തോന്നുന്നു, അല്ലേ? ഉണ്ടാ? പാൻറ് 2-3 ദിവസം ഇടുന്നവരുണ്ടാ? ഇല്ല. ഓക്കെ. 2 നമ്മുടെ ഇന്നർ വെയേഴ്സ് നമ്മൾ ഊരിക്കഴിഞ്ഞ് വിത്തിൻ 1 to 2 hours അത് അലക്കാനിടണം. എന്തുകൊണ്ട്? അതിൽ ഈർപ്പം നിന്ന് അതിൽ ഈ നേരത്തെ പറഞ്ഞ ഫംഗസ് വരാനുള്ള സാധ്യത ഉണ്ടാവും, അല്ലെ? നമ്മൾ ഉള്ളിലിടുന്ന ബനിയൻ, അണ്ടർവെയർ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ
ഊരിക്കഴിഞ്ഞ് 2 മണിക്കൂറിനുള്ളിൽ തന്നെ അലക്കാൻ വേണ്ടി ശ്രമിക്കണം. കേൾക്കണ്ടോ? ബാക്കിലുള്ളവര് കേൾക്കണ്ടോ? എന്താ പറഞ്ഞേ? നമ്മുടെ ആന്തരികമായിട്ട് നമ്മൾ ഇടുന്ന വസ്ത്രങ്ങൾ ഊരിക്കഴിഞ്ഞ് 2 മണിക്കൂറിനുള്ളിൽ നമ്മൾ അലക്കണം. അടുത്തത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അടുത്തത് പറയാൻ പോകുന്നത്. സോക്സ്. നമ്മൾ എത്ര നേരം സോക്സ് ഇടും? സോക്സ് ഇടുന്നവരുണ്ടാവും, കുറച്ച് പേരൊക്കെ ഉണ്ടാവും. സോക്സ്, ഷൂ ഇതൊക്കെ ഉപയോഗിക്കുന്നവര് മാക്സിമം നമ്മളിപ്പോ ഉദാഹരണത്തിന് നമ്മൾ ക്ലാസ് കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് ഊരി നമ്മൾ അലക്കാനിടണം. കാരണം അത് ഇട്ട് കുറെ നേരം നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു അത്ലറ്റ്സ് ഫുട്ട് എന്ന് പറയും. അത്ലറ്റ്സ് ഫുട്ട് എന്ന് പറയുന്നത് അത്ലറ്റുകളെ കണ്ടിട്ടില്ലേ, ഓടാൻ പോകുന്നവര്. ഈ ഓടാൻ പോകുന്നവര് ഈ സോക്സ് കുറേ സമയം ഇടും. ഈർപ്പമുള്ള സോക്സ് ഇടുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഫംഗസ്, അതായത് പൂപ്പല് കാലിന്റെ സൈഡിൽ കൂടെ വിരലിന്റെ ഇടയിൽ കൂടെ ഒക്കെ വരും. അതിനെയാണ് അത്ലറ്റ്സ് ഫുട്ട് എന്ന് പറയുന്നത്. അത് വരാതിരിക്കാനാണ് നമ്മൾ ഇട്ട് കഴിഞ്ഞ ഉടൻ തന്നെ സോക്സ് ചെന്ന് അറ്റ്ലീസ്റ്റ് സോപ്പ് വെള്ളത്തിലെങ്കിലും ഇട്ട് വയ്ക്കുക. സോപ്പിന്റെ പ്രസൻസിൽ നശിക്കാത്ത ബാക്ടീരിയകളും വൈറസുകളും ഫംഗസും വളരെ കുറവാണ്. മനസ്സിലാക്കണം. സോപ്പിന്റെ പ്രസൻസിൽ നശിക്കാത്ത ബാക്ടീരിയ, വൈറസ്, ഫംഗസ് കുറവാണ്. അപ്പൊ എപ്പോഴും സോപ്പ് ഉപയോഗിച്ച് കഴുകുന്ന ഒരു ശീലം നമുക്ക് വേണം. വേണ്ടേ? ഓക്കെ, വേണം. ഓക്കെ. അപ്പോ പിന്നെ എല്ലാ ദിവസവും പറ്റുമെങ്കിൽ തുണി ഇസ്തിരി ഇട്ടിട്ട് ഉപയോഗിക്കുക. എന്തിനാണ് ഇസ്തിരി ഇടുന്നത്? ഒന്ന്, നല്ല ഭംഗിയായിട്ടുള്ള ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട്, അല്ലെ? ഒന്ന് ഭംഗിയായിട്ടുള്ള ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട്. രണ്ടെന്താണ്? നല്ല ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് ഒന്നുമില്ലേ? കോൺഫിഡൻസ് ഉണ്ടോ? എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. എന്റെ സെന്റ് മേരീസ് സ്കൂളില് എന്റെ സെന്റ് മേരീസ് സ്കൂളില് ഞാൻ വന്ന് ഒരു ക്ലാസ് എടുക്കാന്ന് പറഞ്ഞാൽ അതിനേക്കാളും സന്തോഷം എനിക്കില്ല. ഞാൻ പഠിച്ച സ്കൂളിൽ, അല്ലെ? അപ്പൊ ഇവിടെ വരുമ്പോ ഇന്ന് ഞാൻ നല്ലൊരു ഷർട്ട് എടുത്തിട്ട്, നല്ല ഇളം നീല ഷർട്ട് എടുത്ത് എന്റെ പിള്ളേരെ കാണാൻ പോവാം. എന്റെ സ്കൂളിൽ ടീച്ചർമാരും സ്കൂളും ഒക്കെ ഒന്ന് കണ്ട് അതിന് മുമ്പ് വരുമ്പോ നല്ല തയ്ച്ച് നല്ല ഡ്രസ്സ് ഉണ്ട്. അപ്പൊ എനിക്ക് കോൺഫിഡൻസ് ആണ്, അല്ലെ? മൂന്നാമതായിട്ട് ചൂട്. നമ്മൾ പറയില്ല, ഏകദേശം 90 മുതൽ 150 വരെ ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ തേക്കില്ലേ, രാവിലെ തേക്കുന്നത്. അപ്പൊ തേക്കുമ്പോൾ ഓൾമോസ്റ്റ് ആ വസ്ത്രത്തിൽ എന്തെങ്കിലും ഫംഗസോ എന്തെങ്കിലും ബാക്ടീരിയോ എന്തെങ്കിലും വൈറസോ ഉണ്ടെങ്കിൽ അവ നശിച്ചു പോകും, അല്ലെങ്കിൽ ചത്തു പോകും. ഇതുകൊണ്ടാണ് ഡ്രസ് ഹൈജീൻ അല്ലെങ്കിൽ പേഴ്സണൽ ഹൈജീന്റെ ഭാഗമായിട്ട് ഡ്രസ് ഹൈജീൻ നമ്മൾ ചെയ്യണമെന്ന് നമ്മൾ പറയുന്നത്. അടുത്ത ഹൈജീനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈജീൻ. ദാറ്റ് ഈസ് കോൾഡ് സെക്സ് ഹൈജീൻ. സെക്സ് എന്ന് പറഞ്ഞപ്പോൾ എന്നെ കുറെ കുട്ടികൾ, സെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരാൾ പുരുഷനും ഒരാൾ സ്ത്രീയും ആയിട്ടിരിക്കുന്നതാണ് സെക്സ് എന്ന് പറഞ്ഞാൽ, അല്ലെ? സെക്സ്, എന്റെ സെക്സ് എന്താ? മെയിൽ. ഐ എം എ മെയിൽ, അല്ലെ? നിങ്ങളുടെ സെക്സ് എന്താ? ഫീമെയിൽ. ഓക്കെ. അപ്പോ ദാറ്റ് ഈസ് മൈ സെക്സ്. ഈ സെക്ഷൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഒരു സെക്ഷൽ ഏരിയ, സെക്ഷൽ ഓർഗൻസ്. നിങ്ങൾക്കില്ലേ? ഉണ്ടോ? ഉണ്ട്. പുരുഷന്മാർക്കാണെങ്കിൽ അല്ലെങ്കിൽ ആൺകുട്ടികൾക്കാണെങ്കിൽ അത് പെനിസ്, ടെസ്റ്റിസ് ആണെങ്കിൽ പെൺകുട്ടികൾക്ക് അത് ബ്രസ്റ്റ് അല്ലെങ്കിൽ വൾവ എന്നുള്ള ഭാഗങ്ങളാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. ഈ ഭാഗങ്ങൾ പ്രത്യേകമായി സോപ്പിട്ട് വൃത്തിയായി കഴുകണം എല്ലാ ദിവസവും. രാവിലെ സ്കൂളിലേക്ക് വരുന്നതിന് മുൻപും തിരിച്ച് ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞിട്ടും വൃത്തിയായി ആ ഭാഗങ്ങൾ കഴുകി വൃത്തിയാക്കണം. ചെയ്യാറുണ്ടോ ബോയ്സ്? ചെയ്യാറുണ്ടോ? ഉണ്ട്. നിങ്ങളെല്ലാവരും പ്യൂബർട്ടി എന്നുള്ളൊരു ഏജ് ഗ്രൂപ്പിലാണ്, അല്ലെ? പ്യൂബർട്ടി എന്ന് പറയും. പ്യൂബർട്ടി എന്ന് പറയുന്ന ഒരു ഏജ് ഗ്രൂപ്പ്. ഈ സമയത്താണ് നമ്മുടെ സെക്ഷൽ ഓർഗൻസ് വലുതായി തുടങ്ങുന്നത്. അപ്പൊ ഈ സമയത്ത് വൃത്തിയായി നമ്മുടെ സെക്ഷൽ ഓർഗൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളത് വൃത്തിയാണ്. നിങ്ങൾ വെള്ളപ്പോക്കെന്ന് കേട്ടിട്ടുണ്ടോ? ഗേൾസ് വെള്ളപ്പോക്കെന്ന് കേട്ടിട്ടുണ്ടാവും. ചിലർ കേട്ടിട്ടുണ്ടാവും, ചേച്ചിമാരൊക്കെ പറയുന്നത്. വെള്ളപ്പോക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടുകാരിൽ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് വെള്ളപ്പോക്ക് എന്ന് പറഞ്ഞാൽ അത് ഹോർമോണൽ ചേഞ്ച് കൊണ്ട് വരുന്ന ഒരു വെളുത്ത ദ്രവമാണെന്നാണ്. അത് അട്ടർലി സയന്റിഫിക്കലി റോങ് ആണ്, തെറ്റാണ്. വെള്ളപ്പോക്ക് എന്ന് പറഞ്ഞാൽ അത് ഇൻഫെക്ഷനാണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ടീച്ചർമാരായാലും കുട്ടികളായാലും എല്ലാവരും മനസ്സിലാക്കാം, ഒരാള് വെള്ളപ്പോക്ക് എന്ന് പറഞ്ഞ് വരുന്നുണ്ടെങ്കിൽ അത് ഇൻഫെക്ഷനാണ്.
മെയിൻലി അത് ഫംഗസും ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്ന ഒരു ഇൻഫെക്ഷനാണ്. അപ്പൊ അത് ട്രീറ്റ് ചെയ്യണം. അപ്പൊ വെള്ളപ്പൊക്കം ആർക്കെങ്കിലും ഉടൻ തന്നെ നിങ്ങളുടെ ഡോക്ടറെ കാണിച്ച് അതിന് വേണ്ട മരുന്നുകൾ നിങ്ങൾ കഴിക്കണം. ബോയ്സിന് ഈ പ്രായത്തിൽ ഉണ്ടാവുന്ന ഇതാണ് അവരുടെ പെനിസിന്റെ അവിടെയായിട്ട് ചൊറിച്ചിലുകൾ അല്ലെങ്കിൽ ഫംഗസ്. പരമാവധി നമ്മളുടെ തോർത്ത് സോപ്പ് എന്ത് ചെയ്യണം? തോർത്ത് സോപ്പ് വീട്ടിലെല്ലാവർക്കും ഉപയോഗിക്കാൻ കൊടുക്കണം അല്ലേ? വീട്ടിലെല്ലാവർക്കും ഉപയോഗിക്കാൻ ഈ തോർത്ത് ഈ തോർത്ത് ഉമ്മയും കൂടി ഉപയോഗിച്ചോ? കൊടുക്കുമോ? അച്ഛ എന്റെ തോർത്തല്ലേ, അച്ഛൻ ഉപയോഗിച്ചോ? എനിക്കൊരു സ്നേഹമുള്ള അച്ഛനോട് കൊടുക്കോ? അപ്പൊ നമ്മുടെ തോർത്ത്, നമ്മുടെ സോപ്പ്, നമ്മുടെ തൊപ്പി, നമ്മുടെ സാധനങ്ങൾ ആരുടെയാണ്? നമ്മളുടെയാണ് അല്ലെ? നമ്മളുടെയാണ്. അപ്പൊ ദയവ് ചെയ്ത് നിങ്ങളുടെ തോർത്തും നിങ്ങളുടെ പേഴ്സണൽ സാധനങ്ങൾ, തോർത്ത്, സോപ്പ്, അങ്ങനത്തെ പേഴ്സണൽ സാധനങ്ങൾ ഒന്നും തന്നെ ആർക്കും കൊടുക്കണം. ആരാൻ പറഞ്ഞാലും കൊട്ടായി പറയോ? പറയോ? ബാക്കിലിരിക്കുന്ന ഒരാളുകൾ തോർത്തെല്ലാം അവർക്ക് കൊടുക്കുമോ? വീട്ടിലെ നിങ്ങൾ ക്യാമ്പുകള് ഇനി വലുതാവുമ്പോൾ നിങ്ങൾ ഹോസ്റ്റലിൽ പോകും. ഹോസ്റ്റലില് ഒരു നിലയിലുള്ള എല്ലാവർക്കും കൂടി ഒരു തോർത്തുണ്ടാവുള്ളൂ. അങ്ങനെ വരുമ്പോ എന്തുണ്ടാവും? അങ്ങനെ വരുമ്പോ ഹോസ്റ്റൽ ജീവിതം കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നടക്കേണ്ടി വരും. എന്താ കാരണം? കണ്ടണ്ട ആൾക്കാരെ ഇടയ്ക്ക് എന്താ കാരണം? പറയും. കാരണം നിങ്ങൾക്ക് ഒരാളിൽ നിന്ന് കിട്ടിയ ഫംഗസ് അടുത്ത ആൾക്ക് പകർന്നു. ആ ഫംഗസിനെ നമ്മൾ പീനിയ എന്ന് പറയും, അല്ലെങ്കിൽ തനി മലയാളത്തിൽ എന്ന് പറയും വട്ടച്ചൊറി എന്ന് പറയും. അപ്പൊ വട്ടച്ചൊറി വന്ന് മാന്തി നടക്കണമെന്ന് ആഗ്രഹമില്ലെങ്കിൽ ആരും അവനവന്റെ തോർത്തും അവനവന്റെ സോപ്പും വേറൊരു വ്യക്തിക്ക് കൊടുക്കണ്ട. സമ്മതിച്ചോ? ബാക്കിലിരിക്കുന്നവര് നിങ്ങൾക്കാണ് വരാൻ പോണേ. നിങ്ങളിത് കഴിഞ്ഞ് കോളേജിൽ ചേരും, ഹോസ്റ്റലിൽ നിൽക്കും. ഹോസ്റ്റലിൽ നിന്നിട്ട് 2 സോപ്പ് 2 ദിവസം ഉപയോഗിച്ച് കഴിയുമ്പോൾ മേത്ത് നല്ല കറുത്ത പാടുകൾ, ചുവന്ന വട്ടങ്ങൾ, മാന്തൽ, പ്രതിനിധി റിക്ക എന്ന് പറഞ്ഞ അങ്ങനെ വരും. ശരി, ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞതല്ല, പേഴ്സണൽ ഹൈജീനില് സെക്സ് ഹൈജീനാണ് നമ്മൾ പറഞ്ഞത്. നിങ്ങളുടെ സെക്ഷൽ ഓർഗൻസ് വൃത്തിയായി 2 നേരം സോപ്പിട്ടും അല്ലാണ്ടും നിങ്ങളുടെ ചൂടുവെള്ളത്തിലും, ഇളം ചൂടുവെള്ളത്തില് പൊള്ളിക്കരുത്. അവിടെ പൊള്ളിച്ചിട്ട് ആ ഡോക്ടർ പറഞ്ഞു തന്നപ്പോ ചൂടുവെള്ളം ഒഴിച്ചോന്ന് പറഞ്ഞ നാളെ അയ്യോ എന്ന് പറഞ്ഞിട്ട് വരരുത് കേട്ടോ. ഇളം ചൂടുവെള്ളത്തിൽ നിങ്ങൾക്ക് പറ്റാവുന്ന വെള്ളത്തില് നിങ്ങൾ കഴുകി വൃത്തിയാക്കണം. ചെയ്യോ? പോരാ, സെന്റ് മേരീസ് സ്കൂളുകളെ പറ്റി എനിക്ക് ഭയങ്കര ധാരണയായിരുന്നു. ചെയ്യോ? ശരി, ഓക്കെ. ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് കടക്കുന്നത് മാലിന്യ സംസ്കരണം. 10 മിനിറ്റ് കൊണ്ട് ക്ലാസ് എടുക്കാൻ എനിക്ക് പറ്റില്ല. പക്ഷെ എനിക്ക് ഇത്രയും അറിയാം, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന മാലിന്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ ഉണ്ടാക്കുന്ന മാലിന്യങ്ങൾ എന്തൊക്കെയാണ്? പറഞ്ഞോ. മാസ്ക്, ഉപയോഗിച്ച മാസ്ക്. ശരി. പിന്നെ വേറെ മാലിന്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുന്നത്? പേപ്പർ, ക്ലാസ്സിലൊക്കെ ചുറ്റി കൂട്ടിയിരുന്ന പേപ്പർ. പിന്നെ നാപ്കിൻ, അത് ശരിയാണ്, നാപ്കിൻ വളരെ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ക്ലാസ്സിലുള്ള വേസ്റ്റുകൾ. ഇതൊക്കെ ആരുടെ ഉത്തരവാദിത്തമാണ്? ഈ വേസ്റ്റുകൾ കൃത്യമായി സെഗ്രിഗേറ്റ് ചെയ്ത് ഡിസ്പോസ് ചെയ്യുക എന്ന് പറയുന്നത് ആരുടെ ഉത്തരവാദിത്തമാണ്? നിങ്ങൾക്ക് സ്വന്തമായി ഒരു വേസ്റ്റ് ഇടാനുള്ള ഒരു പാത്രം ഉണ്ടാവണം. ഉണ്ടോ? ക്ലാസ്സിലുണ്ടോ? ക്ലാസ്സിൽ ഇടാറുണ്ടോ? ഞാൻ പോയി നോക്കട്ടെ, ക്ലാസ് റൂം പോയി നോക്കട്ടെ. വേസ്റ്റ് ഉണ്ടാവുമോ? താഴെ ഉണ്ടാവാറുണ്ട്. എല്ലാത്തിനും വേസ്റ്റ് ഇടാനുള്ള പാത്രം ഉണ്ടോ? ക്ലാസ്സിൽ വേസ്റ്റിൽ ഇടാറുണ്ടോ? ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ വേസ്റ്റ് ഉണ്ടാവുമോ? അപ്പൊ ഇന്ന് നിങ്ങൾ ക്ലാസ്സിലെത്തുമ്പോൾ ആദ്യം ക്ലാസ്സിന്റെ ചുറ്റും നോക്കി എവിടെയെങ്കിലും ഒരു വേസ്റ്റ് കടലാസ് ഉണ്ടെങ്കിലും അത് നമ്മുടെ ഡസ്റ്റ്ബിന്നിൽ കൊണ്ടിടണം. വീട്ടില് നിങ്ങൾ ഉപയോഗിക്കുന്ന മുറി ഉണ്ടല്ലോ,
മുറിയിൽ എന്തൊക്കെ ഉണ്ടാവും? ഒരു ടേബിൾ ഉണ്ടാവും, ഒരു കസേര ഉണ്ടാവും, നമ്മൾ പോകുന്ന ബാത്റൂം ഉണ്ടാവും, നമ്മൾ ഉപയോഗിക്കുന്ന സാധനം എല്ലാം ക്രമമായി എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അമ്മയോട് ചോദിച്ച് കൃത്യമായ സ്ഥലങ്ങളിൽ കൊണ്ടുവരണം. ഇടോ, നിങ്ങളുടെ വീടിന്റെ പുറത്തുള്ള സ്ഥലങ്ങളിൽ, വീടിന്റെ പുറത്ത്, വീടിന്റെ മുന്നിലുള്ള ചാല്, ആ സൈഡുകളിലൊക്കെ വേസ്റ്റ് കിടക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നത്? നിങ്ങളുടെ വീടിന്റെ സൈഡിൽ ഒരു ചേട്ടൻ വന്ന് ഒരു പോളിത്തീൻ കവറിൽ കുറെ വേസ്റ്റ് കൊണ്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാ? ഹായ് ചേട്ടാ, നല്ല രസം അല്ലേ? ഓ ചേട്ടൻ പോളിത്തീൻ കവറിലാക്കിയിട്ട് വേസ്റ്റ് ഇങ്ങനെ നോക്കിയിരിക്കോ? പിന്നെന്താ ചെയ്യാ? ചേട്ടനോട് പറയണം, ചേട്ടാ പൊതുസ്ഥലങ്ങളില് മാലിന്യം ഇടുന്നത് ശിക്ഷാർഹമാണ്. ആണോ? ശിക്ഷാർഹമാണോ? ശിക്ഷാർഹമാണ്. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് ശിക്ഷാർഹമാണ്. പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന എന്താ കാര്യം? നിങ്ങളുടെ അവിടുത്തെ എല്ലാ കുട്ടികളും കൂടിയിട്ട് അവിടെ ചെറിയൊരു വേസ്റ്റ് പിന്ന് പോലെ ഉണ്ടാക്കി വെക്കുക. പഞ്ചായത്തിൽ നിന്ന് ഹരിത കർമ്മസേന വരുമ്പോൾ അവര് അതെടുത്തിട്ട് കൊണ്ടുപോയിക്കോളും. ഇപ്പൊ വരാറില്ലേ വീട്ടിലൊക്കെ ഹരിത കർമ്മസേന വരാറുണ്ട്. അപ്പൊ അവര് കൃത്യമായ കവറുകൾ ഉണ്ടെങ്കിൽ ആ കവറുകളാക്കി വെക്കുക. ഇതൊക്കെ ചെയ്തോളെ, ചെയ്യട്ടെ വല്ലതും അവിടെ. അപ്പൊ ഇന്ന് മുതൽ നിങ്ങളുടെ വീട്, നിങ്ങളുടെ ക്ലാസ് മുറി, നിങ്ങളുടെ പരിസരം ശുചിയായി സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കോടെ? എല്ലാവരും നെഞ്ചത് ഒറ്റ സെക്കൻഡ് നെഞ്ചു. ഒറ്റ സെക്കൻഡ്. റെഡിയാണോ? തൊട്ടടുത്തുള്ള എല്ലാവർക്കും തൊട്ടടുത്തുള്ള